ഒരാൾ നമ്മളോട് വന്ന് ധനം ചോദിക്കണം, എനിക്കൊരു സഹായം വേണം, ഇപ്പം എനിക്കൊരു വലിയ എമൗണ്ട്, ഒരു 9,000 രൂപ, അത് നമ്മൾ കൊടുത്താൽ നമ്മൾ ചെയ്യുന്ന നന്മയാണ്. പക്ഷെ ആ നന്മ കൊണ്ട് നമുക്ക് തിന്മയായി, നമ്മുടെ കയ്യിൽ നമുക്ക് നഷ്ടമായി. കൊടുത്തില്ലെങ്കിലോ നമുക്കത് നേട്ടമായി. അപ്പം നമ്മൾ തിന്മയല്ലേ ചെയ്തു. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സാഹചര്യത്തിനൊത്ത് തിരിച്ചും വരാം. മരി സർ, ഈ ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും എന്ന് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ടോക്ക്? ഈ ദുഷ്ടന്മാർക്കെല്ലാം തന്നെ അവർ ചെയ്യുന്നത് നല്ല കാര്യമല്ല, അല്ലെങ്കിൽ ദുഷ്ടത്തരമല്ല എന്ന ചിന്തയില്ല. അവരവരുടെ സ്വന്തം കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി പ്രയോറിറ്റി കൊടുത്ത് ചെയ്യുമ്പോൾ അതെങ്ങനെ ദുഷ്ടത്തരമാകും? അതുകൊണ്ടാണ് അവർ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ പലർക്കും പ്രശ്നമാണ്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് അത് ദുഷ്ടത്തരമായി തോന്നുന്നത്. അപ്പം അവർക്ക് ദുഷ്ടത്തരം തോന്നാത്തിടത്തോളം കാലം യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും അവർക്കത് എഫക്റ്റ് ചെയ്യില്ല. കാരണം അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് ശരിയാണ്. അപ്പം നമുക്ക് നമ്മൾ ചെയ്യുന്ന കർമ്മം ശരിയാണ് എന്ന് തോന്നിയാൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അതിനകത്തൊരു യോജിപ്പില്ലായ്മ ഉണ്ടല്ലോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുഷ്ടന്മാർ, അതായത് ദുഷ്ടൻ എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് അതുപോലെ തിന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ അയാളൊരു ദുഷ്ടനാവുന്നത്. പക്ഷെ അത് അയാൾ കർമ്മഫലം വരില്ലേ? അത് വരും, അത് ലേറ്റർ. എന്ന് അയാൾക്ക് ഞാൻ ചെയ്ത പ്രവൃത്തി തെറ്റാണെന്ന് തോന്നുന്നു അന്ന് മാത്രമേ ഇത് വരൂ. അല്ലാത്തടത്തോളം കാലം ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം നമ്മൾ അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് ചെയ്യണത് എന്ന് നമുക്കൊരു തോന്നൽ വന്നാൽ പിന്നെ നമുക്ക് ഒരു കർമ്മവും ചെയ്യാൻ സാധിക്കില്ല. കാരണം ആ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ നമുക്ക് നെഗറ്റീവായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ തെറ്റ് ചെയ്തു എന്ന് നമ്മൾ സ്വീകരിക്കുന്ന വരെയും അല്ലെങ്കിൽ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നിടത്തോളം വരെയും നമുക്കൊരു പ്രശ്നവും വരില്ല. അത് എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെ. എല്ലാവരുടെയും കാര്യത്തിൽ അതാണ്. മനസ്സിന് ബലമുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറയും ക്രൂരന്മാർ. ഇപ്പം നമ്മൾ വേട്ടയാടി പിടിക്കുക. ഇപ്പം നമുക്കൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ മാംസാഹാരം കഴിക്കുന്ന ആൾക്കാരാണ് മനുഷ്യർ. ഈ മാംസാഹാരം കഴിക്കുമ്പോൾ നമ്മൾ കോഴിയെ കൊല്ലാൻ പോവുകയാണ്. അപ്പോൾ ആ കോഴി നമ്മളോട് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ എന്നെ കൊല്ലണത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തായിരിക്കും അതിന് ആൻസർ കൊടുക്കുക? എനിക്ക് വിശന്നു, ഞാൻ നിന്നെ തിന്നാൻ പോകും. അപ്പം നമ്മുടെ വിശപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവിടെ. അതുകൊണ്ടാണ് നമ്മൾ ആ കോഴിയെ കൊന്നത്. പക്ഷേ തിരിച്ച് അതേപോലെ തന്നെ നമ്മളൊരു മനുഷ്യനെ കൊല്ലുമോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനുഷ്യനെയും കൊന്നു തിന്നുന്ന ആൾക്കാരുണ്ട്. കാരണം നമുക്കിവിടെ നിയമത്തെ പേടിച്ചിട്ടും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ ഭയന്നുമാണ് നമ്മളത് ചെയ്യാത്തത്. പക്ഷേ ആ സെയിം മനുഷ്യൻ തന്നെ പ്രബലനായ ഒരു മനുഷ്യനെ അറ്റാക്ക് ചെയ്താൽ അവരെ ഇല്ലായ്മ ചെയ്യും. ഇപ്പം രണ്ട് രാജ്യങ്ങളും രാജാക്കന്മാർ തമ്മിൽ യുദ്ധം നടത്തുന്നു, അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടത്തുന്നു. അപ്പം അവർക്കൊന്നും ഇതില്ല. അപ്പം അവർ ചെയ്യുന്ന തിന്മയ്ക്ക് അല്ലെങ്കിൽ ആ പാതകങ്ങൾക്ക് ഒരു അർത്ഥമുണ്ട്. അത് രാജ്യനീതി അല്ലെങ്കിൽ ദേഹരക്ഷ എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്ന് പറയുന്ന പോലെ അപ്പം ദുഷ്ടത്തരാവില്ല. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഒരു ആളെ വെറുതെ പോണ ഒരാളെ തല്ലുകയോ അടിക്കുകയോ ചെയ്താൽ അത് അയാൾക്ക് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് പാതകമാണ്, അത് കുറ്റമാണ്. ആ കുറ്റം നമ്മളിൽ തോന്നുന്നതിനാൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ ഗുണ്ടകൾ ആൾക്കാരെ പേടിപ്പിച്ച് കാശ് മേടിക്കുന്നു. ആ ഗുണ്ടയുടെ ലക്ഷ്യം അയാളെ പേടിപ്പിച്ച് അയാളിൽ നിന്ന് കാശ് മേടിച്ചെടുത്ത് അയാളുടെ കാര്യം കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ദുഷ്ടനെ ന്യായീകരിക്കുകയല്ല, പക്ഷെ എന്ന് ആ ദുഷ്ടത്തരം ആളെ അക്സെപ്റ്റ് ചെയ്യുന്നു അന്ന് മാത്രമേ അയാൾക്ക് പ്രശ്നം വരുവുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു കള്ളം ചെയ്യുവാണ്, ദുഷ്ടം മാത്രമല്ല കള്ളത്തരം ചെയ്യുവാണ്. ഞാൻ കള്ളം ചെയ്തു എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നൽ വരുന്നിടത്തോളം കാലം ഞാൻ ചെയ്തത് ശരിയാണ്. അതെ അതെ. അപ്പം ആ നമ്മളിലുള്ള ആ സ്വീകാര്യതയാണ് ഈ ഒരു കാര്യത്തിൻ്റെ ഗുണവും ദോഷവും നമുക്കുണ്ടാക്കി തരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം എല്ലാവർക്കും അപ്പം നന്മകൾ ചെയ്യണം എന്നുള്ളൊരു ഫാക്റ്റ് ഉണ്ടല്ലോ. അത് സാഹചര്യമാണ് നന്മ. നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് നോക്കുമ്പോൾ എൻ്റെ നന്മ മറ്റൊരാൾക്ക് തിന്മയാവാം. ഞാൻ നല്ല കാര്യം ചെയ്തപ്പോൾ തിന്മയായി വരാം. അതെ, സത്യവും ഇതൊക്കെ പലപ്പോഴും ആപേക്ഷികമാകുമെന്ന് പറയുന്നത് പോലെ അല്ലേ? എൻ്റെ ഇഷ്ടം മറ്റൊരാൾക്ക് ഇഷ്ടക്കേടാവുമല്ലോ. അപ്പം ഞാൻ ശരി എന്ന് വിചാരിക്കുന്നത് ചില കാര്യങ്ങൾ മറ്റൊരാൾക്ക് തെറ്റാണ്. അതങ്ങനെയല്ല, ഇങ്ങനെയാണെന്നാണ് പറയുക. അപ്പം ഇവിടെ തെറ്റും ശരിയും ഇല്ല എന്ന് ഞാൻ പറയും. അതെല്ലാം സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉണ്ടാകാവുന്ന കാര്യങ്ങളാണ്. അപ്പം അതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടോക്ക്
അത് നമുക്ക് പലപ്പോഴും ന്യായീകരിക്കാൻ പറ്റുന്നതാണ് എന്നാണോ സാർ പറയുന്നത്? അത് ന്യായീകരിക്കാവുന്നതെന്ന് വെച്ചാൽ ശരിയാണോ, നമ്മൾ നമ്മുടെ ഈ പ്രപഞ്ചത്തിന് നിയമം വെച്ച് നോക്കാമെങ്കിൽ അത് തെറ്റായിരിക്കാം. പക്ഷെ നമ്മൾ പലതും പ്രപഞ്ച നിയമങ്ങൾക്ക് എഗനിസ്റ്റഡാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് തെറ്റ് എന്ന് തോന്നുന്ന ആ സമയം വരുമ്പോൾ അപ്പം നമുക്ക് പ്രശ്നമാവും. പക്ഷേ ഇതിൻ്റെ കർമ്മം തിരിച്ചും കിട്ടും. നമ്മളെ ഈ ചെയ്തതിനേക്കാളും ശക്തമായ ഒരാൾ വന്ന് അതിൻ്റെ പ്രശ്നം, അതിൻ്റെ ഒരു റിയാക്ഷൻ എന്ന പോലെ ഇയാൾക്ക് കൊടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.